ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയുന്നതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആരെങ്കിലും ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയുന്നു അല്ലെങ്കിൽ ഹോർമോൺ ലെവൽസ് കുറയുന്നു, താല്പര്യം കുറയുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ്. അപ്പോൾ അത് കുറയാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രിങ്കിങ് ഹാബിറ്റാണ്. ഓക്കെ, പല ആൾക്കാർക്കും ഈ ഒരു ഹാബിറ്റുണ്ട്. പല ആൾക്കാർക്കും ഇത് ഡയറക്റ്റായിട്ട് കോറിലേറ്റ് ചെയ്യാനും പറ്റും. അവരുടെ ആ ഒരു ഡ്രൈവ്, ലിബിഡോ വളരെയധികം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഡ്രിങ്കിങ് ഹാബിറ്റ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്മോക്കിങ്ങിൻ്റെ ഇഷ്യൂസും ഉണ്ട്. സ്മോക്കിംഗ് ചെയ്യുമ്പം നമ്മുടെ ബ്ലഡ് വെസൽസ് അത് എവിടെ ആണെങ്കിലും അതിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യാനും ബ്ലഡ് ഫ്ലോ കുറയാനും ക്ലോഗ് ആകാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, കൂടുതൽ കാർബ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അതുപോലെ ചില ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത്, കോള അതുപോലത്തെ സാധനങ്ങളൊക്കെ കുടിക്കുന്നത് ചില സ്റ്റഡീസിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങളുടെ ഡൗട്ട്, കാര്യങ്ങൾ, അനുഭവങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. എനിക്കറിയാം ഇപ്പം ചെറിയ ക്വാണ്ടിറ്റിയിലൊന്നും കുടിച്ചെന്ന് വെച്ച് അത് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് വലിയ ക്വാണ്ടിറ്റിയിൽ കുടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നത്.